ഇന്നലെ ലൈവിൽ വളരെ ഇമ്പോർട്ടൻ്റായ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ജാസ്മിനും ഗബ്രിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ നീയും കൂടി എന്നോട് പിണങ്ങി മിണ്ടാതിരുന്നാൽ ഞാൻ ഇവിടുന്ന് ക്വിറ്റ് ചെയ്തു പോകും. എനിക്ക് ഈ ഷോയൊന്നും വലിയ പ്രശ്നമില്ല, എനിക്ക് അതൊന്നും താങ്ങാൻ കഴിയുന്നില്ല, നീ എന്നോട് മിണ്ടാതിരിക്കരുത്. അങ്ങനെ കരഞ്ഞ് ഭയങ്കരമായിട്ട് മെഴുകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഗബ്രി ഇന്നലെ. അപ്പോൾ ഇന്നലെ ജാസ്മിനോട് പറയുന്നുണ്ട്, നീ എന്നോട് മിണ്ടാതിരിക്കരുത്. അങ്ങനെ വളരെ ഒരു ലോലഹൃദയനായ ഒരു വ്യക്തിയായിട്ടാണ് ഗബ്രിയെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒന്നെങ്കിൽ ഗബ്രി വളരെ ലോലഹൃദയനായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് ഗബ്രിയുടെ ഒരു മൈൻഡ് ഗെയിമാണ്. അതായത് ജാസ്മിനെ മാനസികമായി തകർത്ത് ഗെയിമിൽ നിന്ന് പുറത്താക്കുന്ന രീതി, അതായത് മാനസികമായിട്ട് ജാസ്മിനെ ഗെയിം കളിക്കാൻ അനുവദിക്കാതെ ഗബ്രി മുന്നോട്ട് വരാൻ വേണ്ടി ഗബ്രി കളിക്കുന്ന ഒരു ഗെയിം. അതല്ലെങ്കിൽ ഗബ്രി ജാസ്മിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ മാറി നിൽക്കൽ ഗബ്രിയെ വേദനിപ്പിക്കുന്നു. അങ്ങനെയും ആകാം. ഇന്നലെ രാത്രി മുഴുവനായിട്ട് ഗബ്രി ഇരുന്ന് കരയുന്നതും സോറി പറയുന്നതും നീ ഇല്ലെങ്കിൽ പറ്റില്ല എന്നും ഇഷ്ടം തുറന്ന് പറയുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇല്ലെങ്കിൽ, നീ ഇവിടുന്ന് എന്നോട് മിണ്ടാതിരുന്നാൽ ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്തു പോകുമെന്നാണ് ഗബ്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.